ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് ഹൗ ടു പ്രിപ്പയർ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ, സ്റ്റേഷൻ ആംഗിൾ, ലെങ്ത്ത്, ബിയറിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോ പാർട്സായിട്ട് ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം, കാരണം ലെങ്ത്ത് കൂടുതലായിരിക്കും. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാം. അപ്പോൾ ലാഗ് അടിപ്പിക്കണില്ല, നേരെ കാര്യത്തിലോട്ട് തന്നെ കിടക്കാം. ഇതിൽ സ്റ്റേഷൻ തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബെയറിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിൽസ് ടേബിളിൻ്റെ ഫോർമാറ്റ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ, ഇതിൻ്റെ ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്, രണ്ടാമത്തെ ആംഗിൾ, കറക്റ്റഡ് ആംഗിൾ, WCB, അങ്ങനെ ഒരു വലിയ ടേബിളാണ് സാധനം. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സംഭവം അടച്ചു വയ്ക്കാം. നമ്മുടെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബെയറിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് വരച്ച് ഇതെങ്ങനെയാണ് ഈ ഒരൊറ്റ ബെയറിങ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഈ ആംഗിൾസ് ഇവിടെ തന്നല്ലേ, ഈ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്ന് പറഞ്ഞാൽ n-2 × 180 അല്ലെങ്കിൽ 2n-4 × 90. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഇത് എത്ര സൈഡുള്ള ട്രാവേഴ്സാണ് നോക്കുമ്പോൾ 1 2 3 4 5 സൈഡ് ഉണ്ട് ഇതിന്. അപ്പോൾ 2 × 5 - 4 × 90, 10 - 4 6 × 90, 540 വരണം ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുകയെന്ന് പറഞ്ഞാൽ, ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യാത്ത കാരണമാണ് കാൽക്കുലേറ്ററൊന്നും യൂസ് ചെയ്യാത്തത്. പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ള സംഭവമാണ്. ഇത് 549 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡാണ് ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ എത്രയാണ്? 9 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡ്. എത്രയാണ്? 9 ഡിഗ്രി 55 മിനിറ്റ് 55 മിനിറ്റ് 50 സെക്കൻഡ്. ഇതാണ് ഇതിൽ എറർ. അപ്പോൾ ഇത് എറർ കൂടുതലാണ്. 9 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ 9 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡിനെ എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ 5 ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1 ഡിഗ്രി 59 മിനിറ്റ് 50 സെക്കൻഡാണ് എറർ നമ്മൾ ഓരോ സൈഡിൽ നിന്നും കുറയ്ക്കേണ്ടത്. അപ്പോൾ അതൊരു ടേബിൾ പോലെ ഒന്ന് ജസ്റ്റ് എഴുതി കാണിച്ച് തരാം. ഇവിടെ നമ്മൾ ലൈൻ, ലെങ്ത്ത്, പോയിൻ്റ്, ആംഗിൾ, കറക്റ്റഡ് ആംഗിൾ, ഇതൊക്കെ ഗെയിൽസ് ട്രാവേഴ്സിൻ്റെ ടേബിളാണ്. ഇത് ഒരുപാട് വരയ്ക്കാണ്ടാവും. തൽക്കാലം നമ്മൾ ഇത്രത്തേലും ഒതുക്കാം. പിന്നെ WCB കണ്ടുപിടിക്കണം. ഈ WCB കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലൈൻ നമ്മളിങ്ങനെ എഴുതണം. DE EF FG GH HD അങ്ങനെ എഴുതണം. അപ്പോൾ ലൈൻ എടുത്ത് എഴുതാം. DE, ഇതൊരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണല്ലോ. EF FG GH. ലെങ്ത്ത് എടുത്ത് എഴുതാം. അപ്പോൾ ഈ ടേബിൾ ഞാൻ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ, നമ്മുടെ DE, ലൈൻ, ലെങ്ത്ത്, പോയിൻ്റ്, ആംഗിൾ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആംഗിളാണ്. ഇതിൻ്റെ 9 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡ് കൂടുതലാണ്. കറക്ഷൻ എന്ന് പറയുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഇത് ഓരോന്നിന്നും നമ്മൾ എത്ര കറക്ഷൻ പറഞ്ഞത്? 1 ഡിഗ്രി 59 മിനിറ്റ് 50 സെക്കൻഡ്. ഈ സംഭവം എല്ലാത്തിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യും. മൈനസ് ചെയ്തിട്ട് കറക്റ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് എഴുതും. ഇത് ഞാനിപ്പോൾ എഴുതി തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ 1 ഡിഗ്രി 59 മിനിറ്റ് 50 സെക്കൻഡ് അത് ഈ 128 48 മിനിറ്റ് അതിൽ നിന്ന് കുറച്ചു. എല്ലാത്തിൽ നിന്നും ഈ കറക്ഷൻ നമ്മുടെ കൂടുതലാണല്ലോ.
കൂടുതലായതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും കുറച്ചു. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിനും കുറച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 126 ഡിഗ്രി 48 മിനിറ്റ് 50 സെക്കൻഡ്. അതുപോലെ എല്ലാത്തിനും കണ്ടുപിടിച്ചു. അപ്പോൾ കറക്റ്റഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഡൗട്ടൊന്നുമില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആംഗിളെല്ലാം കൂടി കൂട്ടാം. കൂട്ടി കഴിയുമ്പോൾ 540 ഇവിടെ കിട്ടേണ്ടത്. ഇത് 5 സൈഡുള്ള കാരണം 2n-4 സംഭവിച്ച് ചെയ്യുമ്പോൾ 540 വരേണ്ടത്. അപ്പോൾ നമ്മുടെ എററൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 9 ഡിഗ്രി 55 മിനിറ്റ് 50 സെക്കൻഡ് കൂടുതലായതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്തു. അപ്പോൾ 1 ഡിഗ്രി 59 മിനിറ്റ് 50 സെക്കൻഡാണ് ഇവിടെ എല്ലാ ആംഗിളിൽ നിന്നും കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചിട്ട് കറക്റ്റഡ് ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി WCB കണ്ടുപിടിക്കണം. ഈ WCB എങ്ങനെ കണ്ടുപിടിക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവന്മാർ എന്തിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബെയറിങ് മാത്രം തരുള്ളൂ. 13 ഡിഗ്രി 30 മിനിറ്റാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റഡ് ആംഗിൾ നമ്മുടെ കയ്യിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്. ഈ WCB കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു പടം വരച്ച് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു മോഡലാണ് പടം വരുന്നത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, കറക്റ്റഡ് ആയിട്ടുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്. അപ്പോൾ പക്ക പ്രിസൈസ് ആയിട്ടുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ 77 ഡിഗ്രി 42 മിനിറ്റ് 40 മിനിറ്റ് 126 ഡിഗ്രി. അപ്പോൾ എല്ലാ ഇൻക്ലൂഡഡ് ആംഗിൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 4 ബെയറിങ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 13 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു 4 ബെയറിങ് വെച്ചിട്ട് ഇവിടുത്തെ ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് ഈ നോർത്തിൽ നിന്ന് ഇത്രയും വരെയുള്ള ഈ ഒരു ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 13 ഡിഗ്രി 30 മിനിറ്റ് ആണല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ 180 കൂട്ടണം. എത്ര 193 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ വരെയുള്ള ബെയറിങ് കിട്ടി. എത്ര 193 ഡിഗ്രി 30 മിനിറ്റാണ് ഇതിൻ്റെ ബാക്ക് ബെയറിങ്. ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ഒരു ലൈൻ പോകണ്ടല്ലോ, അതിൻ്റെ 4 ബെയറിങ് കണ്ടുപിടിക്കണം. അതിൻ്റെ 4 ബെയറിങ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഈ ലൈനിൻ്റെ ബാക്ക് ബെയറിങ് ഉണ്ട്. ഈ ബാക്ക് ബെയറിങ് ഇത്രയും ബെയറിങ്ങിൽ നിന്ന് ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ 4 ബെയറിങ് കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ 193 ഡിഗ്രി 30 മിനിറ്റിൽ നിന്ന് 77 ഡിഗ്രി 42 മിനിറ്റ് 40 സെക്കൻഡ് നമ്മൾ കുറയ്ക്കണം. അപ്പം നമ്മൾ ഈ 193 ഡിഗ്രിയിൽ നിന്ന് 77 ഡിഗ്രി 42 മിനിറ്റ് ആ ഇൻക്ലൂഡഡ് ആംഗിൾ കുറയ്ക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്യാം, അല്ലെങ്കിൽ എഴുതി ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. ഇപ്പോൾ ഞാൻ 192 ഡിഗ്രി 1 ഡിഗ്രി ഇപ്പുറത്തേക്ക് പോയിട്ട് മിനിറ്റ് ആവുമല്ലോ, അപ്പോൾ 60 കിട്ടും. 60 മിനിറ്റ് 30 90. ഇവിടെ 89 മിനിറ്റ് ചെയ്തും 1 ഡിഗ്രി 60 സെക്കൻഡ്. 1 ഡിഗ്രി നമ്മൾ 60 സെക്കൻഡായിട്ട് കടം കൊടുക്കും. എന്നിട്ട് 77 42 40 60 40 പോയാൽ 20. ഇവിടെ 7 ഇവിടെ 4. അപ്പോൾ ഇവിടെ 8 12 7 പോയാൽ 5 1 1. അപ്പോൾ 115 ഡിഗ്രി 47 മിനിറ്റ് 20 സെക്കൻഡ്. ഇതാണ് ഇവിടെ നമുക്ക് 4 ബെയറിംഗ് ആയിട്ട് കിട്ടിയത്. ഏതിൻ്റെ 4 ബെയറിങ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള 4 ബെയറിങ് നമുക്ക് കിട്ടി. എത്രയാണ്, 115 ഡിഗ്രി 47 മിനിറ്റ് 20 സെക്കൻഡ്. ഇവിടുത്തെ 4 ബെയറിങ് കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാം ചെയ്ത് ടൈം കളയുന്നില്ല. ഞാൻ എന്തൊരു ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ 4 ബെയറിങ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കണം. ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ 180 കൂട്ടാം. അപ്പോൾ ഇവിടുത്തെ ബാക്ക് ബെയറിങ് കിട്ടും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ബാക്ക് ബെയറിങ് വെച്ചിട്ട് ഇവിടുത്തെ 4 ബെയറിങ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ആ ബാക്ക് ബെയറിങ്ങിൽ നിന്ന് അടുത്ത ഈ ഇൻക്ലൂഡഡ് ആംഗിൾ കുറയ്ക്കാം. ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ഈ ഒരു ബാക്ക് ബെയറിങ്ങിൽ നിന്ന് ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഇവിടെ വരെയുള്ള
ഫോർ ബെയറിങ് കിട്ടും. എന്നിട്ട് ആ ഫോർ ബെയറിങ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം കാണിച്ചു തരാം. ഇത് എഴുതി ചെയ്താൽ ടൈം പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ടൈം ലാഭിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്, പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 13 മിനിറ്റ് 30 സെക്കൻഡാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഒരൊറ്റ ബെയറിങ് തന്നിട്ടുള്ളൂ. ഈ ഒരൊറ്റ ബെയറിങ് വെച്ചിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും നമ്മൾ കണ്ടുപിടിക്കും. ഇതിൻ്റെ കൂടെ ഫോർ ബെയറിങ്ങിൻ്റെ കൂടെ 180 കൂട്ടിയപ്പോൾ ഇതിൻ്റെ ബാക്ക് ബെയറിങ് ആയിട്ടുള്ള 115 ഡിഗ്രി 47 മിനിറ്റ് 20 സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഇൻക്ലൂഡഡ് ആംഗിളിൽ നിന്ന് ഈ ഒരു ബാക്ക് ബെയറിങ് കുറച്ചപ്പോൾ നമുക്ക് അടുത്ത ലൈനിൻ്റെ ഫോർ ബെയറിങ് നമ്മൾ കിട്ടി. അതിൻ്റെ ബാക്ക് ബെയറിങ് കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ 180 കൂട്ടി. അപ്പോൾ അതിൻ്റെ ബാക്ക് ബെയറിങ് ആയിട്ടുള്ള 295 ഡിഗ്രി 47 മിനിറ്റ് 20 സെക്കൻഡ് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആംഗിൾ കുറച്ചപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഫോർ ബെയറിങ് കിട്ടി. ഞാൻ ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല, കൺഫ്യൂഷൻ ആവുക പറഞ്ഞവിടെ. അപ്പോൾ ഇതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആംഗിൾ കുറച്ചപ്പോൾ ഫോർ ബെയറിങ് കിട്ടി. അതിൻ്റെ കൂടെ 180 കൂട്ടിയപ്പോൾ അതിൻ്റെ തന്നെ ബാക്ക് ബെയറിങ് കിട്ടി. ഇനി ഈ ഒരു ബാക്ക് ബെയറിങ്ങിൽ നിന്ന് ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ കുറയ്ക്കുമ്പോൾ അടുത്തതിൻ്റെ ഫോർ ബെയറിങ് കിട്ടി. വളരെ എളുപ്പമാണ്, അധികം തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഫോർ ബെയറിങ് കിട്ടി. അതിൻ്റെ കൂടെ 180 കൂട്ടണ്ട, കാരണം എന്ന് പറഞ്ഞാൽ 180നേക്കാളും കൂടുതലാണിത്. ഇതിൻ്റെ ഫോർ ബെയറിങ്ങാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് 180നേക്കാൾ കൂടുതലായതുകൊണ്ട് ഇതിൽ നമ്മൾ 180 കുറച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ളത് നമുക്ക് 88 ഡിഗ്രി 7 മിനിറ്റ് 40 സെക്കൻഡ് എന്നുള്ള ഒരു ഫോർ ബെയറിങ് കിട്ടി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ബെയറിങ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിളിൽ നിന്ന് ഈ ഒരു ബെയറിങ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 39 ഡിഗ്രി 41 മിനിറ്റ് 10 സെക്കൻഡ് ഈ ഒരു ചെറിയ ഗ്യാപ്പിലത്തെ സംഭവമാണ്. ഈ ഒരു ഗ്യാപ്പിലുള്ള ഇതാണ് ഈ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇനി ഈ മൊത്തത്തിലുള്ളത് ഈ ഫുള്ളായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഫുള്ളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ, നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഒരു ലൈനിൻ്റെ ബെയറിങ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ഈ 39 ഡിഗ്രി 41 മിനിറ്റ് കുറയ്ക്കുമ്പോൾ ഈ ഇത്രയും വരെയുള്ള ഒരു ബെയറിങ് നമുക്ക് കിട്ടും, ഒരു ബാക്ക് ബെയറിങ് കിട്ടും. അതാണ് 320 ഡിഗ്രി 12 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർ ബെയറിങ് കണ്ടുപിടിക്കുക. എന്താണ്, സിമ്പിളല്ലേ. ഇതിൽ നിന്ന് 180 കുറയ്ക്കാം, ഇവിടുത്തെ ഫോർ ബെയറിങ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് വന്ന ഒരു ബെയറിങ് തന്നിട്ടില്ലേ 13 മിനിറ്റിൻ്റെ, ഈ ഒരു ബെയറിങ് മാത്രമേ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ കുറയ്ക്കാം. ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ കുറയ്ക്കുമ്പോൾ ഈ ഒരു ബെയറിങ് കിട്ടും. അപ്പോൾ ഇതാണ് WCB. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ബാക്കി പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ വ്യൂസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ ബൈ, പുതിയ വീഡിയോയിൽ കാണാം.